അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള അനൂബിയാസ് വെറൈറ്റികളുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള രണ്ട് വെറൈറ്റി. ഒന്ന് അനൂബിയാസ് മിനിമയാണ്. ഈ കാണുന്ന ആദ്യത്തെ വലിയ ചെടിയാണ് അനൂബിയാസ് മിനിമ. രണ്ടാമത്തെ അനൂബിയാസ് നാനയാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ചെടി നമ്മൾ വാങ്ങിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, സ്ലോ ഗ്രോത്ത് ആണ്. പൊതുവെ അനൂബിയാസ് വെറൈറ്റികളെല്ലാം സ്ലോ ഗ്രോത്ത് ആണ്. ഈ രണ്ട് ചെടികളും നമ്മൾ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന സൈസും ഇപ്പോഴത്തെ സൈസും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ചെടികളും വളർന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വളർന്നു അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് വളർന്നു എന്ന് നമുക്ക് തോന്നിക്കുന്നത് ഈ ഒരു ആദ്യത്തെ അനൂബിയാസ് മിനിമയാണ്. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതിനേക്കാളും നല്ല രീതിയിൽ ഇത് വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂബിയാസ് നാന, തൊട്ടടുത്തിരിക്കുന്ന അനൂബിയാസ് നാന ചെറിയ സൈസാണ്. നമുക്ക് അധികം വളർന്നിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തോന്നുമെങ്കിലും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സൈസിനേക്കാളും അത് വലുതായിട്ടുണ്ട്. അത്യാവശ്യം വോള്യത്തിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചെറിയ ചെടിയാണ് ഞാൻ പറയുന്നത്, തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഞാൻ ക്ലോസപ്പായിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം റൈസോമിൽ നിന്നൊക്കെ സെപ്പറേറ്റ് എന്താ പറയുക മുളച്ച് വന്നിട്ട് അത് സ്പ്രെഡായിട്ടുണ്ട്. അത് മുമ്പ് ജസ്റ്റ് ഒരു സിംഗിൾ റൈസോമായിരുന്നു. ഇപ്പോൾ ഒരു 2 റൈസോമൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം കെയറൊന്നും ഈ ഒരു ചെടിക്ക് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു പോട്ടിൽ നമ്മൾ എംസാൻഡാണ് നിറച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റൈസോം ഒരു കാരണവശാലും ഞാൻ മണ്ണിൽ താഴ്ത്തി വെക്കാറില്ല. കാരണം റൈസോം ചെടികളെല്ലാം നമ്മൾ മണ്ണിലോ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ റൈസോം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ വേരുകൾ മാത്രമാണ് ഞാൻ മണലിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കണ്ടില്ല ആ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നത് കണ്ടില്ല. അത് ജസ്റ്റ് അതിൻ്റെ റൂട്ട്സ് മാത്രമാണ് നമ്മൾ മണലിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. റൈസോം കംപ്ലീറ്റ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് കിടക്കും. നമ്മൾ അക്വേറിയത്തിൽ ഇത് ഇറക്കി വെക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെടി നിൽക്കുന്ന പോലെ തന്നെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വേരുകൾ മാത്രം മണലിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. അക്വേറിയത്തിൽ നമ്മളിത് വെക്കുന്ന സമയത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് നിന്നോളും. കണ്ടില്ലേ, ഇതിൻ്റെ വേരും കാര്യങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. റൈസോം ആണെങ്കിലും ഇലകളാണെങ്കിലും ഇലകളുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ വെള്ളത്തിന് പുറത്തേക്ക് കുറച്ച് നേരം എടുത്ത് വെച്ചാലൊന്നും ഇതിൻ്റെ ഇലകൾക്കൊന്നും അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരില്ല. അതേസമയം ജാവാഫേൺ പോലത്തെ ചെടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം പുറത്തേക്ക് വെക്കുമ്പോഴേക്കും അതിൻ്റെ ഇല പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് അധികം നേരം അത്തരത്തിലുള്ള ചെടികൾ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല. എന്നാൽ അനൂബിയാസിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കുറച്ച് പുറത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അനൂബിയാസ് നാനയാണെങ്കിലും കണ്ടില്ലേ, അത് മുമ്പത്തേക്കാളും വലുതായിട്ടുണ്ട്. കുറച്ചൊക്കെ സമയം എടുത്തിട്ടാണ് വലുതാവുന്നത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. നമുക്കറിയാം അനൂബിയാസ് വെറൈറ്റികൾ ഓൾറെഡി ടൈം എടുത്ത് വളരുന്ന ചെടികളാണ്. പിന്നെ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്തരം ചെടികൾക്ക്. പിന്നെ ഇതിന് ലോ ലൈറ്റ് മതി വർക്ക് ചെയ്യാനായിട്ട്, അതായത് ഗ്രോ ചെയ്യാനായിട്ട്. ഞാനിത് ഒരു ചെറിയ മിനി അക്വേറിയത്തിലാണ് ഈ 2 പോട്ടുകളും വെച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മളൊരു ഏഞ്ചൽ മത്സ്യത്തെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചെടി വളരുന്നത്. വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ മീനിൻ്റെ വേസ്റ്റാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഏഞ്ചലിനെ നമ്മൾ ആ ഒരു അക്വേറിയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ചെടികളും നമ്മൾ ജസ്റ്റ് അപ്പുറത്തുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. വേറെ സ്പെഷ്യൽ കെയർ ഒന്നും ചെയ്യുന്നില്ല. ഇടയ്ക്ക് വന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട്. പിന്നെ മീനിന് ഫീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവർ വളരെയാണ് ചെയ്യുന്നത്. അക്വേറിയം നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അക്വേറിയത്തിലേക്ക് അത്യാവശ്യം ലൈറ്റ് ഈ ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വളരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എയറേഷനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ച് ഞാൻ കൊടുക്കാറുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഡിലേ ആയിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തൊക്കെ വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വളരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയറേഷൻ നമ്മൾ അക്വേറിയങ്ങളിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടികൾ വളരാനും നല്ലതാണ്. കാരണം ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് മാത്രമാണ് ഇവർ വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇവർ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തട്ടിമുട്ടി പോകാനുള്ള ഓക്സിജൻ മാത്രമായിരിക്കും ആ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആവശ്യത്തിലധികം എന്താ പറയുക ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അക്വേറിയത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കുറച്ച് അങ്ങനെ വല്ലാതെ അറ്റൻഷനൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ടും ഇത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ കയ്യിലുള്ള 3 വെറൈറ്റികൾ എന്ന് പറയുന്നത് ഒന്ന് ജാവാഫൺ ആണ്, പിന്നെ രണ്ടാമത്തെ ഈ ഒരു അനൂബിയാസ് മിനിമയാണ്, മൂന്നാമത്തെ അനൂബിയാസ് നാനയാണ്. 3ഉം റൈസോം പ്ലാന്റ്സ് ആണ്. ജാവാഫൺ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നുണ്ട്. മുമ്പ് ഞാൻ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. 2 അക്വേറിയം നിറച്ച് നമ്മുടെ കയ്യിൽ ജാവാഫൺ ഉണ്ട്. അത് 2 രീതിയിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ റൈസോം കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാച്ചുറലായിട്ട് ഇലകളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടായി വരുന്നുണ്ട് ജാവാഫേണിൻ്റെ. ഇതിൻ്റെ അങ്ങനെ നമുക്ക് ഇലകളുടെ അടിയിൽ നിന്ന് ഉണ്ടായി വരുന്നതോ അല്ലെങ്കിൽ പുതിയ മുള ഉണ്ടാകുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ റൈസോം കട്ട് ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്യാനുള്ള പാകത്തിൽ ഇപ്പോൾ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് കാണിക്കാം. ജാവാഫൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടി അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്.
കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 2 സെപ്പറേറ്റ് വലിയ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഈ 2 ചെടികളും സെപ്പറേറ്റ് ടാങ്കുകളിലായിട്ട് സെറ്റ് ചെയ്ത് വളർത്തണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ജാവ ഫോൺ സെറ്റ് ചെയ്ത അതേ രീതിയിൽ ഇതുപോലെ വളരെ കുറച്ച് വെറൈറ്റികൾ മാത്രമേ ഞാൻ കൈവശം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ് മാത്രമാണ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം കെയർ കുറവാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.